നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവനെന്ന് ഞാൻ അറിഞ്ഞു എന്ന ദൈവത്തെക്കുറിച്ച് യോന 4:2 കൂടി വെളിപ്പെടുത്തുന്ന പ്രവാചകൻ പുറപ്പാട് പുസ്തകം 34 അധ്യായം 6-7 തിരുവെഴുത്തുകളിൽ പറയുന്ന യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ എന്നീ ദൈവത്തിൻ്റെ സ്വഭാവത്തെയാണിവിടെ അനുസ്മരിക്കുന്നത്. മഹാനഗരമായ നിനവയുടെ ദുഷ്ടത യഹോവയുടെ സന്നിധിയിലെത്തിയപ്പോൾ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുവാൻ അമിത്ഥായുടെ മകനായ യോനയ്ക്ക് യഹോവ അരുളപ്പാട് കൊടുക്കുകയാണ്. എന്നാൽ യഹോവയുടെ കൽപ്പന നിരസിച്ച് വിപരീത ദിശയിലേക്ക് യാത്ര ചെയ്ത പ്രവാചകൻ്റെ യാത്രാഗതി മാറ്റി 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായ നിനവയിലെത്തിക്കുകയും ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകുമെന്ന് അറിയിക്കുകയും ചെയ്തു. നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളിച്ചത് അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു, അത് വരുത്തിയതുമില്ല. പ്രിയമുള്ളവരെ, താൻ പ്രവചിച്ചാൽ അത് സംഭവിക്കണമെന്ന് യോന വാശി പിടിച്ചപ്പോൾ നിനവയുടെ വീണ്ടെടുപ്പാണ് ദൈവം ആഗ്രഹിച്ചത്. അതെ, പാപിയുടെ നാശമല്ല, മറിച്ച് നിനവയിലെ 120,000 ചെല്ലുവാനും മനുഷ്യാത്മാക്കളുടെ മനസ്സാന്തരമാണ് ദൈവം ആഗ്രഹിച്ചത്. പാപപങ്കിലമായി ഈ ലോകത്തിൽ ജീവിച്ച് നശിച്ച് നിത്യനരകത്തിലേക്ക് പോകുവാനല്ല കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി രക്തം ചീന്തി രക്ഷയുടെ വാതിൽ തുറന്നു തന്നത്. പാപങ്ങൾ ഏറ്റുപറഞ്ഞ ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന പുരുഷനാകുകയും നിനവയിലെ ജനങ്ങൾ ദുർമാർഗം വിട്ടുതിരികുകയും ചെയ്തതുപോലെ നാമും മാനസാന്തരപ്പെട്ട് യേശുവിനെ പോലെ ആയിത്തീരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതെ, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദീർഘക്ഷമയുള്ളവനായ ദൈവം നിനവയോട് ക്ഷമിച്ചതുപോലെ മാനസാന്തരപ്പെടുന്ന നമ്മോടും ക്ഷമിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.